Hi students, welcome to EduSpring classes. Today we are going to discuss the first chapter of plus 2 accountancy, accounting for non-for-profit organization. Plus 2 accountancyയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? Not for profit organizations are organizations formed for the welfare of the society. ഒരു സമൂഹത്തിന്റെ, ഒരു സൊസൈറ്റിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സംഘടനകളെ പറയുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഓർഗനൈസേഷൻസ് ഫോംഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ഒരു സമൂഹത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ്, ഓർഗനൈസേഷനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആണ് സ്കൂൾസ്. ഒരു സ്കൂൾ എന്തിനാണ്? ആ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ക്ലബ്ബുകള്, അതുപോലെ ട്രേഡ് യൂണിയൻസുകള്, ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റീസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. These are set up as a charitable institutions which functions without any profit motive. ഇത്തരം സ്ഥാപനങ്ങൾ ലാഭം പ്രതീക്ഷിക്കാതെ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്കൂൾ എന്താണ്? ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ്, ലാഭം പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ they stand for the achieving social, educational, cultural, religious and charitable objectives. ഇത് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമൂഹത്തിന്റെ സാമൂഹികപരമായ, മതപരമായ, സാംസ്കാരികപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിനെയാണ് സ്കൂള്, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, ട്രേഡ് യൂണിയൻസുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇത്തരം സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇത്തരം സ്ഥാപനങ്ങൾ ലാഭം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഇവിടെ ലാഭം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ലാഭം കാണേണ്ട ആവശ്യം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ എന്താണ്? ചില അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യണം. അതായത് ലീഗൽ റിക്വയർമെന്റ്സ്, നിയമപരമായിട്ടുള്ള ചില നടപടികൾ, അതുപോലെ നിയമപരമായിട്ടുള്ള ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഫണ്ടുകൾ എവിടെ നിന്ന് വന്നു, ഏത് രീതിയിലാണ് ആ ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യണം? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്കൊന്നാണ് ഇനി പഠിക്കാനുള്ളത് ഫൈനൽ അക്കൗണ്ട് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫൈനൽ അക്കൗണ്ട് ഓഫ് non-profit organization. Non-profit organization. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ട്രേഡിംഗ് കൺസേണിനെ പോലെ. കാരണം ഇവിടെ എന്തില്ല? മാനുഫാക്ചറിങ്, പർച്ചേസ്, പ്രൊഡക്ഷൻ, സാധനങ്ങളുടെ ഉൽപാദനം ഇവിടെ നടക്കുന്നില്ല. ഒരു സ്കൂളിൽ സാധനം ഉൽപാദിപ്പിക്കുന്നില്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല. കാരണം എന്താണ്? ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ എന്തുണ്ടായിരിക്കുന്നില്ല? ഒരു ട്രേഡിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഇത്തരം സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. പകരം ഇവിടെ എന്താണ്? പ്രധാനമായിട്ടും 3 ഫൈനൽ അക്കൗണ്ടുകളാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത്, ഒരു അക്കൗണ്ടിംഗ് പീരിയഡ് അവസാനിക്കുന്ന സമയത്ത് ഇവിടെ 3 അക്കൗണ്ട്സുകളാണ് പ്രധാനമായിട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തതാണെന്ത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. ഒന്നാമത്തതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഫസ്റ്റ് അക്കൗണ്ട് എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. രണ്ടാമത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. Income and expenditure account. Income and expenditure account. Then third one, balance sheet.
ബാലൻസ് ഷീറ്റ്. പ്രധാനമായിട്ടും 3 അക്കൗണ്ടുകളാണ്. ഒന്നാമത്തതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, രണ്ടാമത്തതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, മൂന്നാമത്തതാണ് എന്ത് ബാലൻസ് ഷീറ്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അക്കൗണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. ബാലൻസ് ഷീറ്റ് എന്നാണ് അസറ്റുകളും അതുപോലെ തന്നെ ലാബിലിറ്റികളുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം? ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് മസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതെന്താ നിർബന്ധമാണ്. ഇങ്ങനെ 3 അക്കൗണ്ട്സുകളാണ്. ഈ 3 അക്കൗണ്ട്സുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഹൗ ടു പ്രിപ്പയർ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണ്, എന്താണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ട് ആണ്. ദിസ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇപ്പൊ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ളത് എന്താണ്? സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്, ഒരു ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് at the end of the accounting period incorporating therein all receipt and payment. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിൽ എല്ലാ റെസിപ്റ്റുകളും പേയ്മെന്റ്സുകളും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആണെന്ത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ് എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്യാഷ് ബുക്കിലെ എല്ലാ റെസിപ്റ്റും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിലാണ്. അതുപോലെ തന്നെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ മുഴുവൻ റെസിപ്റ്റുകളും മുഴുവൻ വരുമാനങ്ങളും എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് റെസിപ്റ്റ് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ്. അതുപോലെ മുഴുവൻ പേയ്മെന്റ്സുകളും ഒരു ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതിന്റെ ഹെഡിങ് എന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ഇവിടെ നിങ്ങൾ ഏതാണോ ആ പെർട്ടിക്കുലർ ഡേറ്റ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇത് തയ്യാറാക്കുന്നത് എന്നാണ്? ഒരു ക്യാഷ് ബുക്കിനെ പോലെ എന്നെങ്കിലും പ്രിപ്പയർ ചെയ്യൂല. ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിൽ മാത്രമാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. കാരണം എന്താണ്? ഇതൊരു സമ്മറിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒരു ക്യാഷ് ബുക്കിനെ പോലെ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അല്ല തയ്യാറാക്കുന്നത്. ഇവിടെ എന്തല്ല, ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അതുപോലെ എന്താണ് ഇവിടെ ക്യാഷ് ബേസിസിലാണ്. ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളോ അല്ലെങ്കിൽ എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളൊന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഓൺലി ആക്ച്വൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ ഓൺലി ആക്ച്വൽ റെസിപ്റ്റ് ആക്ച്വൽ പേയ്മെന്റ്സുകളാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അക്കൗണ്ട് ഇൻകംസോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസോ ഒന്നും ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ എടുക്കുന്നതല്ല. അതുപോലെ എന്താണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കുന്നു. അപ്പോൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ തുടക്കം എന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അവസാനം ക്ലോസിംഗ് ബാലൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞു റെസിപ്റ്റുകളാണ് ഇവിടെ എഴുതുന്നത്. ഫസ്റ്റ് എന്നാണ് ഇത് തുടങ്ങുന്നത് ബാലൻസ് ബ്രോഡൗൺ. ബാലൻസ് ബ്രോഡൗൺ ക്യാഷ്. ഇവിടെ ഇതിലേക്ക് എന്താണ് ക്യാഷ് ഐറ്റംസും ബാങ്ക് ഐറ്റംസും രണ്ടും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതാണ്. ക്യാഷ് ഐറ്റംസ് ആവട്ടെ അല്ലെങ്കിൽ ബാങ്ക് ഐറ്റംസ് എടുക്കുന്നതാണ്. ഫസ്റ്റ് എന്നാണ് ക്യാഷ്, ഈ ബാങ്ക്. ഇത് സ്റ്റാർട്ടിങ് എന്നുള്ളത് എന്താണ്? ബാലൻസ് ബ്രോഡൗൺ. അതിൽ ക്യാഷ് ബാലൻസ് ആവാം, ബാങ്ക് ബാലൻസ് ആവാം. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ് കേട്ടോ. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസിലാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ടിങ്. നെക്സ്റ്റ് ഐറ്റം ആണത് റവന്യൂ പേയ്മെന്റുകളാണ്, റവന്യൂ റെസിപ്റ്റുകൾ. റവന്യൂ റെസിപ്റ്റ്. ഇനി ഇതിലെ രണ്ടാമത്തെ ഐറ്റംസ് ആണെന്ത്? റവന്യൂ റെസിപ്റ്റ്. ഇപ്പോൾ റെസിപ്റ്റ് സൈഡിലെ രണ്ടാമത്തെ ഐറ്റം എന്താണ്? രണ്ടാമത്തെ ഐറ്റം ആണ് റവന്യൂ റെസിപ്റ്റ്. ഇതിലെന്താണ്? അതിലിങ്ങനെ കുറെ ഐറ്റംസ് വരുന്നുണ്ട്. ഒരുപാട് റവന്യൂ റെസിപ്റ്റുകൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റ്. അപ്പോൾ പ്രധാനമായിട്ടും
ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ റെസിപ്റ്റ് സൈഡിൽ 3 ഐറ്റംസ്. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അതായത് ബാലൻസ് ബ്രോഡ് ഓൺ. രണ്ടാമത്തേതാണ് റവന്യൂ റെസിപ്റ്റ് ആണ്. മൂന്നാമത്തത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഈ 3 ഐറ്റംസ് ആണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ഇവിടെ എന്താണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. വേറെ ഒരുപാട് ക്യാപിറ്റൽ റെസിപ്റ്റുകൾ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സൈഡിൽ പേയ്മെന്റ് സൈഡിൽ എന്താണ്, ഒന്നാമത്തെ ഐറ്റം റവന്യൂ പേയ്മെന്റുകളാണ്. റവന്യൂ പേയ്മെന്റ് ഫസ്റ്റ് ഐറ്റം ആണ് റവന്യൂ പേയ്മെന്റ്സുകൾ. അപ്പോൾ ഒരുപാട് റവന്യൂ പേയ്മെന്റ്സുകൾ എന്നാണ്, ഒരുപാട് റവന്യൂ പേയ്മെന്റ്സുകൾ വരും. ഇനി രണ്ടാമത്തെ ഐറ്റം ആണെന്ത്, രണ്ടാമത്തെ ഐറ്റം ആണ് ക്യാപിറ്റൽ പേയ്മെന്റ്. ക്യാപിറ്റൽ പേയ്മെന്റ് രണ്ടാമത്തെ ഐറ്റം എന്താണ്, ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. ഇതിലെന്താണ്, ഒരുപാട് ഐറ്റംസ് വരും. ഇനി മൂന്നാമത്തെ ഐറ്റം ആണെന്ത്, ക്ലോസിംഗ് ബാലൻസ്. ബാലൻസ് ക്യാരിങ് ഡൗൺ, അതായത് ക്ലോസിംഗ് ആണ് കേട്ടോ. ക്ലോസിംഗ് ബാലൻസിങ് ഫിഗർ ആണ്. ഈ ക്ലോസിംഗ് ബാലൻസ് പറഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ ആണ് ക്ലോസിംഗ് ബാലൻസ് എന്നുള്ളത്. ഇങ്ങനെ രണ്ട് സൈഡിലും 3 ഐറ്റംസ് വരും. അപ്പൊ ഇതിലേക്ക് എന്താണ്, റവന്യൂ ഐറ്റംസും എടുക്കും, ക്യാപിറ്റൽ ഐറ്റംസും എടുക്കും. ക്ലിയർ ആണല്ലോ. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് റവന്യൂ ഐറ്റംസ് എടുക്കുന്നു, ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കുന്നു. ഇവിടെ റവന്യൂ ഐറ്റംസ് എടുക്കുന്നു, ക്യാപിറ്റൽ ഐറ്റംസ് എടുക്കുന്നു. ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്, ഓപ്പണിംഗ് ബാലൻസിൽ തുടങ്ങുന്നു, ക്ലോസിംഗ് ബാലൻസിൽ അവസാനിക്കുന്നു. ഇത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് അല്ല. പിന്നെ ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ഈ വർഷം കിട്ടിയാൽ പ്രസീഡിങ് ഇയേഴ്സ്, സക്സീഡിങ് ഇയേഴ്സ്, പ്രീവിയസ് ഇയേഴ്സ്, അതായത് കറന്റ് ഇയേഴ്സ്, ഈ 3 വർഷത്തെ എമൗണ്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് എടുക്കും. അതായത് കറന്റ് ഇയേഴ്സ്, പ്രസീഡിങ് ഇയേഴ്സ്, സക്സീഡിങ് ഇയേഴ്സ്, കഴിഞ്ഞ വർഷത്തെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടേക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഈ വർഷത്തെ അത് കിട്ടിയാൽ അതും ഇവിടേക്ക് റെക്കോർഡ് ചെയ്യാം. അതുപോലെ എന്താണ്, നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്വാൻസ്, സക്സീഡിങ് ഇയേഴ്സിലേക്കുള്ള അഡ്വാൻസ് നമുക്ക് ലഭിച്ചാൽ അതും എന്ത് ചെയ്യാം, നമുക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ അക്രൂഡ് ഇൻകംസോ അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളോ ഒന്നും തന്നെ ഇവിടേക്ക് എടുക്കുന്നില്ല. കാരണം എന്താണ്, ഇത് തയ്യാറാക്കുന്നത് ക്യാഷ് ബേസിസിലാണ്. അക്രൂവൽ ബേസിസിലല്ല ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ എന്താണ് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ക്വസ്റ്റ്യനിലേക്ക് എന്താണ് പോവുകയാണ്. ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് ക്വസ്റ്റ്യൻസിന് മുന്നെന്താണ് നമുക്ക് അതിന്റെ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഏതൊക്കെയാണ് റവന്യൂ റെസിപ്റ്റുകൾ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റുകൾ, എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം. ഇനി റവന്യൂ റെസിപ്റ്റുകൾ, ഒന്ന് സബ്സ്ക്രിപ്ഷൻ ആണ്, സബ്സ്ക്രിപ്ഷൻ. രണ്ടാമത്തത് ജനറൽ ഡൊണേഷൻ, ലോക്കർ റെന്റ്, ക്ലോക്ക് റൂം റെന്റ്, ഹോൾ റെന്റ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇൻകം ഫ്രം ലെക്ചേഴ്സ്, എൻട്രൻസ് ഫീസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്, ഗ്രാൻസ്, മിസ്ലേനിയസ് റെസിപ്റ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, പീരിയോഡിക്കൽസ്, സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്സ്, പ്രൊസീഡ്സ് ഫ്രം എന്റർടൈൻമെന്റ്. ഇത്രയുമാണ് റവന്യൂ റെസിപ്റ്റിൽ വരാവുന്ന ഐറ്റംസ്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റുകൾ എന്നാണ് എൻഡോമെന്റ് ഫണ്ട് റെസിപ്റ്റ്, ലീഗസീസ്, എൻട്രൻസ് ഫീസ്, ക്യാപിറ്റലൈസ്ഡ് പോർഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് സ്പെഷ്യൽ ഫണ്ട്, അതിന് ടൂർണമെന്റ് ഫണ്ട് വരും. അതുപോലെ എന്താണ് പ്രൈസ് ഫണ്ടൊക്കെ അതിൽ വരുന്നതാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സ്പെസിഫിക് ഡൊണേഷൻസ്. ഇത്രയും എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ്. ഇനി നെക്സ്റ്റ് ആണെന്ത് റവന്യൂ പേയ്മെന്റ്സ്. റവന്യൂ പേയ്മെന്റ്സിൽ വരുന്നത് വേജ്, സാലറീസ്, ഹോണറേറിയം, റെന്റ്, ഇൻഷുറൻസ്, പോസ്റ്റേജ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കൺവെയൻസ്, ടൂർണമെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇലക്ട്രിസിറ്റി ചാർജ്, ടാക്സസ്, റിപ്പയേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ്സ്. ഇനി ക്യാപിറ്റൽ പേയ്മെന്റ്സ് ആണ്. അതിലേതൊക്കെയാണ് ബിൽഡിംഗ്, ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെന്റ്സ്, ബുക്സ്, സ്പോർട്സ് ഐറ്റംസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ലോൺസ് അഡ്വാൻസ്ഡ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. അവസാനം എന്താണ് ക്ലോസിംഗ് ബാലൻസിലത് അവസാനിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് എന്ത് ചെയ്യണം, നിങ്ങളെന്ത് ചെയ്യണം, ഈ ഫോർമാറ്റ് ഒന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വരുന്ന ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടൊക്കെ ഒരു കൃത്യമായ ഐഡിയയിൽ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഏതൊക്കെയാണ് റവന്യൂ ഐറ്റംസ്, റവന്യൂ റെസിപ്റ്റുകൾ ഏതൊക്കെയാണ്, ക്യാപിറ്റൽ റെസിപ്റ്റുകൾ ഏതൊക്കെയാണ്,
അതുപോലെ റവന്യൂ പേയ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, ക്യാപിറ്റൽ പേയ്മെന്റ്സുകൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് ഇനിയുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. വായിക്കുകയാണ്. ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ, പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് ബാനർജി ക്ലബ് തൃശ്ശൂർ ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2014. 2014 ഡിസംബർ 31 ബാനർജി ക്ലബിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ താഴെ എന്താണ് കുറച്ച് വിവരങ്ങൾ നൽകിയിരിക്കുന്നു. അത് ഒന്ന് ക്യാഷ് ഇൻ ഹാൻഡ് 1/1/2014, അത് ജനുവരി 2014 ജനുവരിയിലാണ്. എന്നാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? അത് ഡിസംബറിലാണ്. ഈ ക്യാഷ് ബാലൻസ് എന്നാണ്, അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്ലിയർ ആയല്ലോ? ജനുവരിയിലെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഈ സബ്സ്ക്രിപ്ഷൻ അത് റവന്യൂ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻസ് അത് ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ റവന്യൂ റെസിപ്റ്റ് ആണ്. എൻട്രൻസ് ഫീസ്, ഇപ്പോൾ എൻട്രൻസ് ഫീസ് ചെറിയ സംഖ്യയൊക്കെ ആണെങ്കിൽ അതെന്തായിട്ടാണ് പരിഗണിക്കുന്നത്? അത് റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. റെൻറ്റ് ഫ്രം ക്ലബ് ഹാൾ റവന്യൂ റെസിപ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റി ചാർജസ് അതെന്നാണ് റവന്യൂ പേയ്മെൻ്റ് ആണ്. ടാക്സസ് റവന്യൂ പേയ്മെൻ്റ് ആണ്. സാലറീസ് ആൻഡ് വേജസ് റവന്യൂ പേയ്മെൻ്റ് ആണ്. ഹോണറേറിയം ടു സെക്രട്ടറി എന്താണ്? റവന്യൂ പേയ്മെൻ്റ് ആണ്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റവന്യൂ റെസിപ്റ്റ് ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി അത് റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. പെറ്റി ക്യാഷ് പേയ്മെൻറ്റ് റവന്യൂ പേയ്മെൻ്റ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് റവന്യൂ പേയ്മെൻ്റ് ആണ്. ലോക്കർ റെൻറ്റ് റെസീവ്ഡ് എന്താണ്? റവന്യൂ പേയ്മെൻ്റ് ആണ്. ലോക്കർ റെൻറ്റ് റെസീവ്ഡ് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇത്രയുമാണ് ഐറ്റംസ്. ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാം, നമുക്കൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഹെഡിങ് ആണ്. ഹെഡിങ് എന്താണ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് ഡേറ്റ് എന്നാണ്? 31 ഡിസംബർ 2014, 31/12/2014, 31/12/2014 നമ്മോട് ഈ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിൽ റെസിപ്റ്റ് കോളം, പേയ്മെൻറ്റ് കോളം, എമൗണ്ട് കോളം, ഇത്രയുമാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആദ്യമായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതായത് ബാലൻസ് ബ്രോഡൗൺ. ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്. 1/1/2014, ഫസ്റ്റ് ജനുവരി 2014, 1/1/2014. കാരണം ഇവിടെ ഡിസംബറിലല്ലേ തയ്യാറാക്കുന്നത്. അപ്പം അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ജനുവരിയിലായിരിക്കും. ഇപ്പം ജനുവരിയിലെ ബാലൻസ് എത്രയാണ്? 450 രൂപ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യമായിട്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ഇനി റവന്യൂ റെസിപ്റ്റ് ആണ്. റവന്യൂ റെസിപ്റ്റ് രണ്ടാമതായിട്ട് റവന്യൂ റെസിപ്റ്റ് ആണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് റവന്യൂ റെസിപ്റ്റ് ഉള്ളത് അതെല്ലാം ഇതിൻ്റെ താഴേക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി നോക്കാം. സബ്സ്ക്രിപ്ഷൻ എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻസ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം ആണെന്ത്? സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട്, സബ്സ്ക്രിപ്ഷൻസ് 3940, 3940, 3940 രൂപ. ഇനി ഡൊണേഷൻസ് എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. ഡൊണേഷൻ ഇതൊരു ജനറൽ ഡൊണേഷൻ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഡൊണേഷൻസ് 1000. ഇനി എൻട്രൻസ് ഫീസ്. ഇവിടെ നിന്നാണ് എൻട്രൻസ് ഫീസ്. ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. പക്ഷെ അതൊരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിന് എന്തായിട്ട് പരിഗണിക്കും? റവന്യൂ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കും. ഇവിടെ ചെറിയൊരു എമൗണ്ട് ആണ്, 450 രൂപയാണ്. എൻട്രൻസ് ഫീ എത്രയാണ്? 450 രൂപ. നെക്സ്റ്റ് ആണെന്ത്? റെന്റ് ഫ്രം ക്ലബ് ഹാൾ. റവന്യൂ റെസിപ്റ്റ് ആണ്. റെന്റ് ഫ്രം ക്ലബ് ഹാൾ
റെന്റ് ഫ്രം ക്ലബ് ഹാൾ എമൗണ്ട് എത്രയാണ്? 600 ആണ്. 600. നെക്സ്റ്റ് ഇലക്ട്രിസിറ്റി ചാർജ്, അതെന്താണ്? പേയ്മെന്റ് ആണ്. അത് ടാക്സ് പേയ്മെന്റ് ആണ്. സാലറി ആൻഡ് വേജ് പേയ്മെന്റ് ആണ്. ഹോണറേറിയം സെക്രട്ടറി പേയ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതെന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റെസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. അത് റെസിപ്റ്റ് കോളത്തിലെ റവന്യൂ റെസിപ്റ്റിലേക്ക് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. എമൗണ്ട് 350 രൂപയാണ്. നെക്സ്റ്റ് ആണെന്ത്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി പേയ്മെന്റ് ആണ്. പെറ്റി ക്യാഷ് പേയ്മെന്റ് ആണ്. ഇൻഷുറൻസ് പേയ്മെന്റ് ആണ്. ലോക്കർ റെന്റ് റിസീവ്ഡ്, അതെന്താണ്? റവന്യൂ റെസിപ്റ്റ് ആണ്. ലോക്കർ റെന്റ് റിസീവ്ഡ്. ലോക്കർ റെന്റ് റിസീവ്ഡ് എമൗണ്ട് എത്രയാണ്? 1200 രൂപ. ഇതോടുകൂടി എന്താണ്? ഈ റെസിപ്റ്റുകൾ കഴിഞ്ഞു. ഇനി ഇവിടെ ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്തില്ല? ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ഒന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ടെന്നാണ് ഇവിടെ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? ഇനി വേണ്ടത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് ഇവിടെ ആദ്യമായിട്ട് എഴുതേണ്ടത് റവന്യൂ പേയ്മെന്റ് ആണ്. റവന്യൂ പേയ്മെന്റ് ആണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. റവന്യൂ പേയ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇലക്ട്രിസിറ്റി ചാർജ്. ഇലക്ട്രിസിറ്റി ചാർജ് എത്രയാണ്? 350. ഇലക്ട്രിസിറ്റി ചാർജസ് 350 രൂപ. ഇലക്ട്രിസിറ്റി ചാർജ് 350 രൂപ. ടാക്സസ് 100 രൂപ. നെക്സ്റ്റ് ഐറ്റം ആണെന്ത്? ടാക്സസ് 100. അതുപോലെ തന്നെ എന്താണ്? സാലറീസ് ആൻഡ് വേജസ് എമൗണ്ട് എത്രയാണ്? 2450. 2450 രൂപ. പിന്നെ ഹോണറേറിയം ടു സെക്രട്ടറി. ഹോണറേറിയം ടു സെക്രട്ടറി. ഹോണറേറിയം ടു സെക്രട്ടറി 300. 300 രൂപയാണ്. 300. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റെസിപ്റ്റ് ആണ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 150. അതുപോലെ തന്നെ എന്താണ്? പെറ്റി ക്യാഷ് പേയ്മെന്റ്. എമൗണ്ട് എത്രയാണ്? പെറ്റി ക്യാഷ് 100 ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എത്രയാണ്? 90 രൂപ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ഡെബിറ്റ് സൈഡ് മൊത്തം കൂട്ടി നോക്കുക. ഡെബിറ്റ് സൈഡ് എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 7,990 എന്ന് കിട്ടും. ഇതിന്റെ ടോട്ടൽ എത്രയാണ്? 7,990. 7,990 ആണ്. ഇതെന്ത് ചെയ്യാം? ഈ സൈഡ് കൂട്ടി നോക്കുക. ഈ സൈഡ് കൂട്ടി കഴിഞ്ഞാൽ 3,450. നമുക്ക് എന്ത് ചെയ്യണം? ഇനി അക്കൗണ്ട് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. കാരണം ഇവിടെ റവന്യൂ റെസിപ്റ്റ് എഴുതി കഴിഞ്ഞു. ഇവിടെ ഇനി വരേണ്ടത് എന്താണ്? ക്യാപിറ്റൽ റവന്യൂ പേയ്മെന്റ് എഴുതി കഴിഞ്ഞു. ഇവിടെ എഴുതേണ്ടത് ക്യാപിറ്റൽ പേയ്മെന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തില്ല? ക്യാപിറ്റൽ പേയ്മെന്റ് ആയിട്ട് ഒരു ഐറ്റംസും തരാത്തത് കൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ പേയ്മെന്റ് എഴുതാത്തത്. ഇനി മൂന്നാമത്തെ ഐറ്റം ആണെന്ത്? ക്ലോസിംഗ് ബാലൻസ്, അതായത് ബാലൻസ് ക്യാരി ഡൗൺ. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ബാലൻസിങ് ഫിഗർ ആണ്. ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ ബാലൻസ് എന്ത് ചെയ്യണം? നമ്മൾ ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഏത് സൈഡ്? രണ്ട് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യും. ഇവിടെ 7,990 എന്ന് കിട്ടി. ഇവിടെ 3,450 എന്ന് കിട്ടി. ഏത് സംഖ്യയാണ് വലുത്? 7,990 വലുതാണ്. ഇതെന്താണ്? ചെറുതാണ്. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അതായത് 7,990 മൈനസ് 3,450. അപ്പൊ എത്ര കിട്ടും? 4,450 എന്ന് ലഭിക്കും. 4,450
450 രൂപ. ഇത് കുറവുള്ള സൈഡിലേക്ക്, ഏത് സൈഡിലാണോ എമൗണ്ട് കുറവ് ആ സൈഡിലേക്കാണ് ഈ ഒരു സംഖ്യ എഴുതേണ്ടത്. ഇതിന് പറയുന്ന പേരാണ് ബാലൻസിങ്. ഇങ്ങനെ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ആ ബാലൻസ് ആണ് എന്ത്, ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ. ഇപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഈ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കയ്യിൽ ബാലൻസ് ആയിട്ട് 4450 രൂപ ഇപ്പോൾ ക്യാഷ് ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മീനിങ്. ഇനി എന്ത് ചെയ്യാം? രണ്ട് അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. 7,990 7,990. ഇതാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഒന്നുകൂടെ പറയാം. ഇവിടെ ബാലൻസ് ബ്രോഡൗൺ ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു ആദ്യം, പിന്നെ റവന്യൂ റെസിപ്റ്റുകൾ എഴുതുന്നു, ക്യാപിറ്റൽ റെസിപ്റ്റുകൾ എഴുതുന്നു, ഇവിടെ റവന്യൂ പേയ്മെന്റ് എഴുതുന്നു, ക്യാപിറ്റൽ പേയ്മെന്റ് എഴുതുന്നു, അവസാനമായിട്ട് ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ. നമ്മൾ എന്താണ് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തതിന്റെ ഫിഗർ കണ്ടുപിടിക്കുന്നു. ബാലൻസിങ് ഫിഗർ ആണ്. ആ എമൗണ്ട് എന്നാണ് ഇവിടേക്ക് എഴുതുന്നു. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ. ഇത്രയുമാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ഇത്രയുമാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും സമയം നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. നമസ്കാരം.